വ്യൂവേഴ്സ്, എല്ലാവർക്കും ലാറ്റിൻ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു യാത്രയല്ല, ഇന്ന് നമ്മൾ ഒരു കുക്കിംഗ് ഷോയിലോട്ടാണ് പോകുന്നത്. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇവിടുത്തെ അർജൻറ്റൈൻ തനതായിട്ടുള്ള ഒരു വിഭവമാണ്. എൻ്റെ പേരാണ് എൻപനാദ. എൻപനാദനെ കുറിച്ച് എനിക്ക് ഐഡിയ വന്നത് ഞാനിപ്പോൾ പുറത്ത് ഒരു കാപ്പി കുടിക്കാനായിട്ട് വന്നു. അപ്പോൾ ഇവിടെ ആൾക്കാർ ഫുഡ് ഓർഡർ ചെയ്യുന്ന കണ്ടു എൻപനാദാസ്. അപ്പോൾ ഞാൻ ആലോചിച്ച് ഇത് എന്തുകൊണ്ട് നമ്മുടെ വ്ളോഗിലൊന്നും ആക്കിക്കൂടാ എന്നത് ഇപ്പോൾ ഉള്ളവർ വന്നൊരു ഐഡിയ ആണ്. അപ്പോൾ ഞാൻ കരുതി ഇന്ന് വീട്ടിൽ ചെന്നിട്ട് എൻപനാദ ഉണ്ടാക്കി കാണിച്ചു തരാം. നമ്മുടെ ഹോം മെയ്ഡ് എൻപനാദ. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. വീട്ടിൽ ചെന്ന് ഉടനെ ഞാൻ ഉണ്ടാക്കാൻ പോവുക. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം. നമ്മളപ്പോൾ പുറത്തുനിന്ന് വീട്ടിലോട്ട് എത്തി. നമ്മളിപ്പോൾ എൻപനാദ കുക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും ഒരു ചോദ്യം കാണും, എന്താണ് ഈ എൻപനാദ? എൻപനാദ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, വളരെ ഈസി ആയിട്ടുള്ള ഒരു ഡിഷാണ്. മേ ബി നമുക്ക് സ്നാക്കായിട്ട് തോന്നും, പക്ഷേ അർജൻറ്റീനയിൽ അതൊരു സ്നാക്കല്ല. ഇവർ ലഞ്ചിന് അല്ലെങ്കിൽ ഡിന്നറിന് കഴിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഫുഡാണ്, അല്ല സ്നാക്ക് ഐറ്റം അല്ല. കണ്ടു കഴിഞ്ഞാൽ സ്നാക്കാണെന്ന് തോന്നുമെങ്കിലും അത് ഫുഡല്ല. അവർ അതിനോടൊപ്പം സൈഡ് ഡിഷായിട്ട് സലാഡോ അല്ലെങ്കിൽ ഫ്രൈ ഐറ്റംസ് എന്തെങ്കിലും അവർ ഉപയോഗിക്കും. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലോട്ട് കടക്കാം. ഇതിൻ്റെ നിങ്ങൾക്ക് ഈ കുക്കിംഗ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തോന്നും, ഞാൻ ഈ സംഭവം എൻ്റെ നാട്ടിൽ ഈ സംഭവം ഉണ്ടല്ലോ, ഇതിനായിട്ട് സാമ്യമായിട്ടൊരു സാധനം ഞാൻ കഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പലർക്കും ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് തോന്നും. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എന്നെ അറിയിക്കുകയും വേണം. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ എന്ന് പറയുകയും വേണം കേട്ടോ, ഈ ഒരു സാധനം നാട്ടിൽ. അപ്പോൾ നമുക്ക് കൂടുതൽ ഞാൻ വളച്ച് കിട്ടുന്നില്ല, നമുക്ക് കുക്കിങ്ങിലോട്ട് കടക്കാം. സോ എൻപനാദയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഇപ്പം പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ സവാള, ഒണിയൻ ആവശ്യത്തിന്. ഞാൻ 2 തരത്തിലുള്ള എൻപനാദ ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇത്രയും ക്വാണ്ടിറ്റി എടുത്തു. ഇത് സ്പ്രിംഗ് അണിയനാണ്, ഗ്രീൻ പോർഷൻ. ആവശ്യത്തിന് ഉള്ള ചിക്കൻ. ഇത് ബെൽ പെപ്പറാണ്, ക്യാപ്സിക്കം. ഞാൻ 3 കളറിലെടുത്തു, ഗ്രീൻ, റെഡ് ആൻഡ് യെല്ലോ, 3 തരത്തിലുള്ള. ഇത് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷൻ. ഇത് സ്പൈസസ് ആണ്. ഇത് പിസ്സ സീസണിങ്. ഇതിവിടെ വാങ്ങിക്കാൻ കിട്ടും, പിസ്സ സീസണിങ് ആയിട്ട് തന്നെ പാക്കറ്റിൽ വിൽക്കാൻ കിട്ടും, അത് വാങ്ങിച്ചു. ഇത് പാപ്രിക്ക, നമ്മുടെ കാശ്മീരി ചില്ലി പോലെ തന്നെ എരിവില്ലാത്തതാണ്. ഇത് ക്യുമിൻ പൗഡർ, ജീരകപ്പൊടി. ഇത് ബേ ലീഫ്. അപ്പോൾ ഇതൊക്കെയാണ് ആവശ്യമുള്ള സാധനങ്ങൾ എൻപനാദ ഉണ്ടാക്കാനായിട്ട്. ഇത് പിന്നെ ചീസ്. ഇത് എൻപനാദ താപ്പ. ഇത് ഓൾറെഡി റെഡിമെയ്ഡ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇത് വീട്ടിൽ ഇത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ സ്റ്റഫിങ്ങിനുള്ള സാധനങ്ങളാണ് ആദ്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് അത് ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോഴത്തേക്കും സവാള ഇട്ട് വഴറ്റിയെടുക്കുക. ഞാൻ ഇത്രയും സവാള എടുത്തെന്ന് പറഞ്ഞാൽ ഞാൻ 2 തരത്തിലുള്ള എൻപനാദ ഉണ്ടാക്കുന്നുണ്ട്. ഒരെണ്ണം ചിക്കൻ സ്റ്റഫിങ്, ഒരെണ്ണം ഓണിയൻ ആൻഡ് ചീസിൻ്റെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ആവശ്യമുള്ള കുറച്ച് മാറ്റി എടുത്തിട്ടുണ്ട്. ചീസിന് വേണ്ടിയിട്ടുള്ള, ഓണിയൻ ചീസിന് വേണ്ടിയിട്ടുള്ള, എൻപനാദയ്ക്ക് വേണ്ടിയിട്ടുള്ളത് മാറ്റിയെടുത്ത കാരണം കുറച്ചേ ഉള്ളൂ. ഇപ്പം സവാള, പിന്നെ അതിനോട് ഞാൻ സ്പ്രിംഗ് അണിയൻ ഇട്ടു, ക്യാപ്സിക്കം ഇട്ടു. സ്പ്രിംഗ് അണിയൻ്റെ വൈറ്റ് പോർഷനാണ് ഇട്ടത്. 3 തരത്തിലുള്ള ക്യാപ്സിക്കം ഇട്ടു. ഇനി അടുത്തത് നമുക്ക് സ്പൈസസിലോട്ട് പോകണം. ഇത് കുറച്ചൊന്ന് വെന്ത് വന്നു കഴിഞ്ഞിട്ട് ഇട്ടാൽ മതി. ബേ ലീഫ് ഇട്ടു. ബേ ലീഫ് നിങ്ങൾക്ക് ആദ്യമേ തന്നെ ഓനിയൻ്റെ കൂടെ തന്നെ ഇടാം. ഞാനത് വിട്ടുപോയി, അപ്പോൾ ഞാൻ ഇപ്പോഴേ ചേർത്തു. അതിൻ്റെ കൂടെ തന്നെ ചിക്കൻ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ സ്പൈസസ് എല്ലാം ഇടാം. ഇപ്പോൾ ഇത് പിസ്സ സീസണിങ് ആണ് ഇപ്പോൾ ഇട്ടത്. നിങ്ങൾക്കിത് ഓപ്ഷണലാണ്. ഇവിടെ ആൾക്കാർ ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനത്തെ അധികം എരിവില്ലാത്ത സ്പൈസസ് ആണ് ഉപയോഗിക്കുന്നത്, എന്നാൽ അതിൻ്റെ ഫ്ലേവർ ഉണ്ട്. ഇത് പാപ്രിക്ക, കാശ്മീരി ചില്ലി പൗഡറിന് സമാനമായിട്ടുള്ള ഉള്ള ഒരു പൊടിയാണ്. ഇത് ക്യുമിൻ പൗഡർ.
ജീരകപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കുക. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. സ്റ്റഫിങ്, ചിക്കൻ എൻപനാദയുടെ സ്റ്റഫിങ് റെഡി ആയിട്ടുണ്ട്. അപ്പം ലാസ്റ്റ് നമ്മൾ സ്പ്രിംഗ് അണിയൻ്റെ ആ ഗ്രീൻ പോർഷൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുക. പിന്നെ എനിക്ക് അതിനോടൊപ്പം തന്നെ ടൊമാറ്റോ ആഡ് ചെയ്യണമെന്നുണ്ട്, തക്കാളി. ഞാൻ ഈ ലോക്ക്ഡൗൺ സമയത്ത് എന്താ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയതാണ്. ഈ തക്കാളിയുടെ ഒരു എന്താ പറഞ്ഞ കൃഷി ചെറുതായിട്ടുണ്ട് ഇവിടെ അർജൻറ്റീനയിൽ തന്നെ, ഞാൻ തന്നെ ചെയ്തതാണ്. അപ്പം ഇത് ഫ്രഷായിട്ട് നമ്മൾ തക്കാളി എടുത്ത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഉള്ള ഒരു എന്താ പറയുക, അത് വേറൊരു സുഖം തന്നെയാണ് കേട്ടോ. ആ തക്കാളി തന്നെ ആ വളരെ റെഡായിട്ടുള്ള നമ്മൾ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതും വീട്ടിൽ നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം നന്നായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. അപ്പം ഒണിയൻ നേരത്തെ വഴറ്റി വെച്ചത് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് ചീസ് സ്ക്വയർ ഷേപ്പിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചു. പിന്നെ എൻപനാദയുടെ കവർ ഷീറ്റ്, ഇവിടെ താപ്പ എന്നാണ് പറയുന്നത്, അത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒറഗാനോ ആണ്. അതോടൊപ്പം തന്നെ ഞാൻ 4 മുട്ട പൊട്ടിച്ചിട്ടു. അത് കലക്കി ഈ ചിക്കൻ്റെ ആ സ്റ്റഫിങ്ങിലോട്ട് ഒഴിക്കും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇത് നമുക്ക് അങ്ങനെയും ചെയ്യാം, 2 രീതി ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് മുട്ട പുഴുങ്ങിയിട്ട് അത് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് നമ്മൾ ആ ചിക്കൻ്റെ സ്റ്റഫിങ്ങിൽ ആ ഒരു ഇതിനോട്ടോട്ട് ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇത് കണക്ക് പച്ചയ്ക്ക് തന്നെ നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. 2 രീതിയിലും ആൾക്കാർ ചെയ്യാറുണ്ട്. നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നിങ്ങൾ വിചാരിക്കും ഈ പച്ച മുട്ട എന്താ എടുത്തിടുന്നത്, എന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന്. കാരണം വെച്ചാൽ എന്തായാലും നമ്മളിത് ബേക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും അത് വെന്ത് കിട്ടും. ഇത് സംഭവം ഒരിക്കലും ആ പച്ചപ്പ് വരത്തില്ല. അപ്പോൾ ഇത് ചിക്കൻ്റെ സ്റ്റഫിങ് നമുക്ക് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ മാറ്റി വയ്ക്കുക. ഇനി അടുത്ത ചീസിലോട്ടാണ് കിടക്കുന്നത്. ചീസ് ഓണിയൻ എൻപനാദയുടെ സ്റ്റഫിങ്ങിലോട്ട് നമ്മൾ കിടക്കുന്നത്. അപ്പം നമ്മൾ ഞാൻ മാറ്റി വെച്ച് ആ ഓണിയനിലേക്ക് ആ ചീസ് ഞാൻ മിക്സ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതിലോട്ട് ഒരു ടീസ്പൂൺ ഒറഗാനോ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ചീസ് ആഡ് ചെയ്യാം. ചീസ് ലവർ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എത്രത്തോളം ചീസ് ആഡ് ചെയ്യുന്നു അത്രത്തോളം നല്ലതാണ്. ലാസ്റ്റ് വരുമ്പോൾ നല്ലൊരു എന്താ പറയുന്നത്, നമുക്ക് പിസ്സയിലൊക്കെ ഒന്ന് വലിഞ്ഞ് വരുന്ന ആ ഒരു നല്ലത് കട്ട് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു വലിഞ്ഞ് വരുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് നല്ല ടേസ്റ്റാണ്. ഈ ചീസ് ലവേഴ്സിന് കൂടുതൽ ആഡ് ചെയ്യാം. ഞാൻ ഞാൻ ഭയങ്കര ചീസ് ലവറൊന്നുമല്ല, ആവശ്യത്തിന്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ എനിക്ക് ഈ കോമ്പിനേഷൻ വളരെ ഇഷ്ടമാണ്, ചീസ് അണിയൻ കോമ്പിനേഷൻ. അപ്പോൾ നമ്മുടെ സ്റ്റഫിങ് 2 റെഡിയാണ്. ഇനി നമുക്ക് ഈ എൻപനാദയുടെ ഈ ഷീറ്റിലോട്ട് നമുക്ക് സ്റ്റഫിങ് ആഡ് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ ഓവനിൽ വെക്കാനുള്ള പ്ലേറ്റ് എടുത്തു. അതിൽ ജസ്റ്റ് ഒന്ന് എണ്ണ പുരട്ടി തേച്ചു. എൻപനാദ ഷീറ്റ് ഇവിടെ റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടും സൂപ്പർ മാർക്കറ്റിൽ. ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പൂരിയുടെ നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യുമല്ലോ, ആ ഡവിൻ്റെ ആ കൺസിസ്റ്റൻസി വെച്ച് നമുക്ക് ഉണ്ടാക്കാം. അതേ കണക്ക് തന്നെ ഗോതമ്പ് വെച്ചിട്ടും ഇതുണ്ടാക്കാം, അല്ലെങ്കിൽ മൈദ വെച്ചിട്ടും നിങ്ങളുടെ ഇഷ്ടത്തിന്. ഞാൻ മൈദ പ്രിഫർ ചെയ്യത്തില്ല വീട്ടിലുണ്ടാക്കി നോക്കാൻ, കാരണം വെച്ചാൽ മൈദ അത്ര അൺഹെൽത്തി ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഗോതമ്പിൻ്റെ വീറ്റിൻ്റെ ഷീറ്റ് ഉണ്ടാക്കാം. ഏകദേശം ഒരു പൂരിയുടെ പ്രിപ്പറേഷനാണ് വരുന്നത്. സോ ജസ്റ്റ് ആ 4 വശം നമ്മൾ ഇത്തിരി വെള്ളം തൊട്ട് ആ 4 ഭാഗവും ഒന്ന് ചെറുതായിട്ടൊന്ന് തൂവിക്കൊടുക്കുക.
ഇത് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ 4 വശവും അത് നന്നായിട്ട് ഒട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഒത്തിരി വെള്ളം വെച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഇതൊക്കെ കണ്ടില്ലേ, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക 4 വശവും ഒന്ന് ഒട്ടാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പതുക്കെ ഒന്ന് ഞൊറിഞ്ഞ്, നമ്മൾ പ്ലീറ്റ്സ് എടുക്കാറില്ലേ സാരിയുടെയൊക്കെ, അതേ കൂട്ട് ജസ്റ്റ് ഇങ്ങനെ മടക്കി 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 പതുക്കെ ചെയ്ത് വയ്ക്കുക. നല്ല രസമാണ് കേട്ടോ ഇത് ചെയ്യാനായിട്ട്, നല്ല ഭംഗിയാണ് ഇത് സംഭവം റെഡി ആയിട്ട് വരുമ്പോഴത്തേക്കും. അങ്ങനെ അടുത്ത ഷീറ്റ് എടുത്തിട്ടുണ്ട് എൻപനാദയുടെ. ഇതിൽ ഞാൻ ചീസ് സ്റ്റഫ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ചീസ് അനിയൻ ആ കോമ്പിനേഷൻ. കൂടുതലും ഇത് ഡ്രൈ ആയിട്ട് ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ മടക്കാൻ നേരത്തെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ 4 സൈഡിലും ഇത് കണക്ക് വെള്ളം തൂവിയിട്ട് അത് അടയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഫോർക്ക് വെച്ചിട്ട് 2 വശവും ഇങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഡിസൈനിലായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ 2 എൻപനാദ ഉണ്ടാക്കുകയാണെങ്കിൽ അത് തമ്മിലുള്ള ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ട് ഇത് ചിക്കൻ്റെ, ഇത് ചീസിൻ്റെ, അല്ലെങ്കിൽ ഇത് വെജിറ്റബിളിൻ്റെ ആണോ, അല്ലെങ്കിൽ അങ്ങനെ പല രൂപത്തിൽ പല ഷേപ്പിൽ നമുക്ക് മടക്ക് കൊടുക്കാം. പല രീതിയിൽ ഇവിടെ മടക്കാറുണ്ട്. ഇത് ഞാൻ പല രീതിയിലുള്ള മടക്കുകളിൽ 2 ഈ കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ മടക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ ചിക്കൻ്റെയും ഓണിയൻ ചീസിൻ്റെയും കുറച്ച് ഉണ്ടാക്കി ഞാൻ ഓവനിലോട്ട് വെച്ചു ബേക്ക് ചെയ്യാനായിട്ട്. പ്രീ ഹീറ്റ് ചെയ്തായിരുന്നു ഓവൻ, എന്നിട്ടാണ് ചെയ്തത്. എന്നിട്ട് ഒരു 15 മിനിറ്റ്സിൻ്റെ അകത്ത് തന്നെ ഇത് റെഡി ആയി കേട്ടോ. ചെറിയൊരു ലൈറ്റ് ബ്രൗൺ, എനിക്ക് അത്ര മുരിച്ചെടുക്കുന്ന അത്ര ഇഷ്ടമല്ല, എനിക്ക് ഈ ഒരു കളറാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ അപ്പോഴത്തേക്കും വെന്ത് കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ എടുത്തു. ഇത് സ്വാദിഷ്ടമായ എൻപനാദ നിങ്ങൾക്ക് മുന്നിൽ. എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട്. അതിൻ്റെ ആ ഒരു എന്താ പറയുന്ന ആ ടെക്സ്ചർ തന്നെ ആ കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാനായിട്ട് കൊത്തി വരുന്ന രീതിയിലാണ് ആ സംഭവം ഈ ബേക്ക് ചെയ്ത് കഴിഞ്ഞ് വരുന്നത് കേട്ടോ. നിങ്ങൾക്കിത് ഫ്രൈയും ചെയ്യാം. ഇപ്പോൾ അവനില്ലാത്തൊരു വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കിത് ഫ്രൈ ചെയ്ത് ഡീപ് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ നോക്കുക, ക്ലോസ് ലുക്ക്. ഞാനിപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന്. ഇത് അണിയൻ ചീസ് എൻപനാദ. സോ നോക്കാതെ, ഓക്കെ, ഹിയർ ഇറ്റ് ഈസ്. ഇങ്ങനെയുണ്ട് സംഭവം. കുറച്ചും കൂടെ കൂടുതൽ ചീസ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല രസമായിട്ട് കാണാം കേട്ടോ. ഇതാണ് ആവി പറക്കുന്ന എൻപനാദ എന്ന് പറയുന്നത്. എനിക്കൊന്ന് എൻ്റെ സ്പെഷ്യൽ ഇൻവെൻഷനാണ്. നമുക്ക് ചൂടോടെ നമുക്കിത് കഴിച്ചു കഴിഞ്ഞാൽ രവ എന്ന് പറയുന്ന രീതിയിലാണ് സംഭവം വരുന്നത് കേട്ടോ. നമുക്ക് നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എൻപനാദയുടെ ഞാൻ പറഞ്ഞ ഇൻഗ്രീഡിയൻസ്
അത് ഇവിടുത്തെ തനതായ ഇൻഗ്രീഡിയൻ്റാണ് ഞാൻ പറഞ്ഞത് ഇവിടുത്തെ ആൾക്കാർ ഉപയോഗിക്കുന്നത്. ഇതിൽ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്തിൽ ഉണ്ടാക്കുന്നത് മിക്കവാറും ഫ്രൈഡാണ്, ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടാണ് എല്ലാവരും കഴിക്കുന്നത്. ഇവിടെ സൗത്ത് റീജിയനിലും അല്ലെങ്കിൽ സെൻട്രൽ ഏരിയയിലെല്ലാവരും എന്താ പറയുക, ബേക്ക്ഡ് ആയിട്ടുള്ള എംപനാദാസാണ് കൂടുതലും പ്രിഫർ ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ചുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. എന്നിരുന്നാലും ഞാൻ പിന്നെ വേറൊരു കാര്യം എനിക്ക് ഓർമ്മ വന്നതെന്ന് പറഞ്ഞാൽ, ഇന്ത്യയിൽ നമുക്ക് നമ്മുടെ നാട്ടിലും ഇങ്ങനെ എംപനാദയുടെ സമാനമായിട്ടുള്ള ഒരു വിഭവമുണ്ട്. അത് എന്താണെന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം കേട്ടോ. എനിക്കറിയാം സംഭവം എന്താണെന്ന്. ഒരു സ്വീറ്റ് ഡിഷും ഉണ്ട്, നമ്മൾ ഫെസ്റ്റിവലിനൊക്കെ ഉണ്ടാക്കാറുണ്ട്. സ്വീറ്റ് ഡിഷും ഉണ്ട്, അതോടൊപ്പം തന്നെ ഇത് കണക്ക് മീറ്റോ ചിക്കനോ വെച്ചിട്ടോ ഉണ്ടാക്കാവുന്ന ഒരു സംഭവം നാട്ടിലുണ്ടാക്കാറുണ്ട്. അതെന്താണെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ചിട്ട് പറയുക. അതുമായിട്ട് വളരെ സിമിലാരിറ്റി ഉണ്ട്. ഇത് ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ നമ്മുടെ നാട്ടിലുള്ള സാധനം, അല്ലെങ്കിൽ ഇതെന്താ ഇവിടെ എന്ന് പറഞ്ഞ് നമ്മൾ കഴിച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷെ അത്ര എരിവില്ലെങ്കിലും ഇതിന് സ്പെഷ്യലായിട്ടുള്ള ഫ്ലേവർ ഉണ്ട് ഇവിടുത്തേതിന്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, പറയുക നിങ്ങളുടെ അഭിപ്രായം. ഞാൻ ഉണ്ടാക്കിയ എംപനാദ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവർക്കും ഇഷ്ടമായോ? ഞാൻ ഉണ്ടായിരുന്നു, ഞാൻ പുകഴ്ത്തി പറയല്ല കേട്ടോ. ഇറ്റ് വാസ് വായി വെക്കാൻ കൊള്ളായിരുന്നു കേട്ടോ. ചുമ്മാ പറഞ്ഞ ഇറ്റ് വാസ് യമ്മി, ഇറ്റ് വാസ് ഡിലീഷ്യസ്. എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫുഡാണ് എംപനാദ. നാട്ടിൽ നിങ്ങൾക്ക് ഏത് ഫുഡുമായിട്ടാണ് നിങ്ങൾക്ക് ഇതിന് താരതമ്യം തോന്നിയെന്ന് വെച്ചാൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ എഴുതുക, എന്നെ അറിയിക്കുക. അപ്പോൾ വേറെ ഒന്നുമില്ല, ഇനി നമുക്ക് പുതിയൊരു എപ്പിസോഡിൽ വേറൊരു എപ്പിസോഡിൽ മേ ബി അതൊരു യാത്രയായിരിക്കാം. അപ്പോൾ അതുവരെ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം. ഓക്കെ. ആൻഡ് ഞാൻ എൻ്റെ പുതിയ ഒരു ഫേസ്ബുക്ക് പേജ് ചാനലിന് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇൻസ്റ്റാഗ്രാമും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കാണ് ഇത്. ഇൻസ്റ്റാഗ്രാം ലിങ്ക് താണ്ടായിരുന്നു, സ്ക്രോൾ ചെയ്ത് ഫേസ്ബുക്ക് ലിങ്ക് താണ്ട കാണാമല്ലോ. അപ്പോൾ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുവരെ നമുക്ക് വേറെ ഒന്നുമില്ല പറയാൻ. നന്ദി, നമസ്കാരം. ദൈവത്തിന് മരണമില്ല എന്ന് പറയുന്ന പോലെയാണ് ഇവിടുത്തെ മുദ്രാവാക്യം. ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് സ്പാനിഷിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ദൈവത്തിന് മരണമില്ല, ഞങ്ങളൊപ്പം നിങ്ങൾ എപ്പോഴും കാണും. അർജന്റീന ബ്യൂണസ് എയറസിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഡിയേഗോ മറഡോണയുടെ ബോഡി ഓട്ടോപ്സിക്കായിട്ട് സെൻറ്റ് ഫെർണാണ്ടോ ഹോസ്പിറ്റലിൽ കൊണ്ടുവരും. ഈ ഒരു രീതിയിലൂടെയാണ് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത്. പ്രിയ താരത്തെ ഒരു നോക്ക് കാണാനായിട്ട് ആരാധകരെല്ലാം തമ്മിൽ കൂടി നിൽക്കുന്ന ഒരു വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണാം അദ്ദേഹത്തെ ആടിയും പാടിയും എല്ലാവരും ആൾക്കാർ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ സീ ദ ഗൈസ്. അദ്ദേഹത്തെ കൊണ്ടുവരുന്നതിൽ തന്നെ ഏറ്റവും വളരെയധികം സ്ട്രിക്റ്റായിട്ട് പോലീസുകാർ ബാരിക്കേഡ് വെച്ച് ഓരോ വഴിയും ബ്ലോക്ക് ചെയ്തേക്കാണ്. ഒരു സമയം പറഞ്ഞു മെയിൻ സ്ട്രീറ്റിൽ കൂടെയാണ് വരുന്നത്, ഇപ്പോൾ പറയുന്നത് ഈ സ്ട്രീറ്റിൽ കൂടെയാണ് കൊണ്ടുവരുന്നത്. ആർക്കും കറക്റ്റായിട്ടുള്ളൊരു ഇൻഫോർമേഷൻ ഇല്ല. കാരണം വെച്ചാൽ ഈ കൊറോണ സമയമായതുകൊണ്ട് ആൾക്കാർ തങ്ങിക്കൂടാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം സ്ട്രിക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് പോലീസുകാർ ഇതിനെ കാണുന്നത്, ഗവൺമെൻറ് ഒഫീഷ്യൽസും. അതിനാൽ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാണാൻ പറ്റുമോ, അദ്ദേഹത്തെ അവസാനമായി കൊണ്ടുപോകുന്നൊന്ന് കാണാൻ പറ്റുമോ എന്നൊരു പ്രതീക്ഷയില്ല. എന്നിരുന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നാലും ഇവിടുത്തെ സ്ഥിതിഗതികൾ ഇങ്ങനെയാണ്. അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത് കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് മറഡോണയുടെ റിലേറ്റീവാണ് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ കൂടെ കടന്നു പോയത്.
അപ്പോൾ നമുക്ക് കാണാം ആൾക്കാർ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആംബുലൻസ് കുറച്ച് നേരം മുൻപ് നമ്മുടെ മുന്നിൽ കൂടെ അപ്പുറത്തൊരു റോഡിൽ കൂടെയാണ് കടന്നു പോയത്. അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 3 ദിവസവും അർജന്റീന കണ്ണീരിൽ ആഴ്ത്തപ്പെട്ടിരിക്കുന്ന ഒരു ദിവസമാണ്. അർജന്റീന മാത്രമല്ല, ലോക ജനതയ്ക്കും വലിയൊരു നഷ്ടമാണ് ഇന്നത്തെ ഒരു ദിവസം. ഇന്നത്തെ ഒരു കറുത്ത ദിവസം എന്ന് പറയാം. അപ്പോൾ ഇവിടെ ആൾക്കാർ നിങ്ങൾക്ക് കാണാം. Buenas tardes. Bien, ¿y qué está ahí? ¿Qué está ahí? ¿Estás esperando a Maradona para ver a último? Venimos a darle el último adiós a Diego Armando Maradona porque la verdad que es una pérdida grande para el fútbol y también para Argentina por todo lo que nos dio él, las alegrías que nos dio como jugador. Es indiscutible, la verdad que lo que venimos a hacer es darle el último adiós ya que vino para el lado de San Fernando, Tigre, que es de donde somos nosotros. Ojalá el domingo le ganemos a San Martín de Tucumán, pero venimos más que nada por eso, porque está cerca y como jugador fue el más grande de todos. Y lo va a hacer eternamente. Muchas gracias. ¿Quieres decir algo? Sí, que también lo venimos a despedir, se fue físicamente, pero siempre va a estar acá en el corazón de los argentinos. Para mí él y Messi son los mejores de la historia del fútbol argentino. Muchas gracias. Muchas gracias. No, gracias a ustedes y esperemos ganar el domingo. Sí, a las 9 contra San Martín, partido difícil, pero vamos a Tigre. Gracias. ഇവർ പറയുന്നത് ഫിസിക്കലി മറഡോണ പോയെങ്കിലും ഞങ്ങളുടെ മനസ്സിൽ മറഡോണ എപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നാണ്.
ഹലോ വ്യൂവേഴ്സ്, ഏവർക്കും ലാറ്റിൻ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു യാത്ര പോവുകയാണ് അസ്തമിക്കുന്ന ഒരു സൂര്യനെ കാണാൻ. അതെ, കളിക്കളത്തിലെ അസ്തമിക്കാത്ത ഒരു സൂര്യനെ അവസാനം നോക്ക് കാണാനായിട്ടാണ് ഈ യാത്ര, ഇന്നത്തെ നമ്മുടെ യാത്ര. ഒരു നല്ല കളി കഴിഞ്ഞ് ജേഴ്സിയിൽ ആളുകളായ അദ്ദേഹത്തിനെ ഗാലറിയിലേക്ക് തിരിച്ചു പറഞ്ഞു വിടുന്ന ഒരു പ്രതീതിയാണ് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നത്. അദ്ദേഹം പറയുന്നത് ഈ രാജ്യത്തിന് തന്നെ ഗ്ലോറി ഉയർത്തിയ ഒരു മനുഷ്യനായിരുന്നു ഡിയേഗോ മറഡോണ. ഞങ്ങളുടെ എല്ലാവരുടെയും ഇപ്പോഴത്തെ ജനറേഷൻ അല്ലെ ഫ്യൂച്ചർ ജനറേഷൻ്റെ തന്നെ അർജന്റീനയുടെ തന്നെ ഒരു ഗ്ലോറി ഉയർത്തിയ ഒരു മനുഷ്യനായിരുന്നു ഡിയേഗോ മറഡോണ എന്ന്. അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒരു അർജന്റീനനായിട്ട് ജനിച്ചതിൽ വളരെയധികം അഭിമാനം കൊള്ളുന്നു എന്നാണ്. അതോടൊപ്പം തന്നെ കോപ്പയുടെ വലിയൊരു ആരാധന കൂടെയാണ്
ഡയലോഗ് ഒരിക്കലും അദ്ദേഹത്തെ ആ ഒരു രീതിയിൽ പറഞ്ഞ് എന്താ പറയുക, ഒരു കരച്ചിലൂടെ അദ്ദേഹത്തിന് വിടവാങ്ങാൻ ആരും ആഗ്രഹിക്കുന്നില്ല. അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ ജയ് വിളിക്കുകയും കളിക്കളത്തിൽ എങ്ങനെയാണോ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നത് അതേ ആരവങ്ങളോടെയാണ് അദ്ദേഹത്തെ അകപ്പെടുത്തത് എല്ലാവരും. ഈ ജനത ഫുള്ള് അതിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾക്ക് ഈ കാണാൻ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ ശവസംസ്കാരം ഏകദേശം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പിതാക്കളോടൊപ്പം തന്നെയാണ് അദ്ദേഹം അവസാനമായി യാത്ര ചെയ്യാൻ പോകുന്നത്. ദൈവത്തിന് ഒരിക്കലും മരണമില്ല. ഫുട്ബോൾ മന്ത്രിയനായ അദ്ദേഹം ഇന്ന് അസ്തമിച്ചാലും നാളെ ഒരു ദിവസം ഉയർത്തെഴുന്നേൽക്കും. അതിനായി അർജന്റീനൻ ജനത കാത്തിരിക്കുന്നു. തിരിച്ചു വരുന്ന വഴിയിൽ കണ്ട കുറേ കാര്യങ്ങളിൽ ഏറ്റവും എടുത്തു പറയേണ്ടതായിട്ടൊരു കാര്യം എനിക്ക് തോന്നിയത്, അദ്ദേഹം ഒരു നല്ലൊരു ഫുട്ബോൾ കളിക്കാരൻ മാത്രമല്ല, ഒരു വലിയൊരു രാജ്യസ്നേഹി കൂടിയായിരുന്നു. ഇംഗ്ലണ്ടുമായിട്ടുള്ള വേൾഡ് കപ്പ് സമയത്ത് അതൊരു വെറും ഒരു കളി മാത്രമായിരുന്നില്ല, രാജ്യത്തിനുള്ള സ്നേഹം കൂടിയായിരുന്നു. എപ്പോഴും വളരെയധികം സിംപ്ലിസിറ്റി കൊണ്ടുവന്നിരുന്ന താൻ വന്ന വഴികൾ മറക്കാത്ത ഒരു വ്യക്തിയായിരുന്നു മറഡോണ. അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള എന്താ പറയുക, അദ്ദേഹം ഒരിക്കലും സമ്പത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പദവിക്ക് വേണ്ടിയിട്ടോ ഒരിക്കലും നിലകൊണ്ടിരുന്നില്ല. ഹി വാസ് എ മാൻ ഓഫ് സിംപ്ലിസിറ്റി, ഹി വാസ് എ മാൻ ഓഫ് പാട്രിയാർക്കി, ആൻഡ് നൗ he is going to rest forever. അദ്ദേഹം കുറച്ച് വിശ്രമിക്കട്ടെ അല്ലേ? വീണ്ടും വേറൊരു എപ്പിസോഡിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം. ഹലോ വ്യൂവേഴ്സ്, ഏവർക്കും ലാറ്റിൻ ഡയറീസിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ യാത്ര ചെയ്യാൻ പോവുകയാണ്. പക്ഷേ ഇന്ന് ഞാനൊരു കഥയാണ് നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത്. കോവിഡ് സമയത്ത് അർജന്റീനയിൽ ഒരു പാർലർ നടത്തുന്ന ഒരു വ്യക്തിയുടെ ജീവിതം എങ്ങനെയൊക്കെ മാറി മറിഞ്ഞു, എന്തെല്ലാം പ്രതിസന്ധികൾ, എന്തെല്ലാമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കടന്നത്. നമ്മുടെ പോലെ എല്ലാവർക്കും ഉള്ള പോലെ പല പല കാര്യങ്ങൾ അദ്ദേഹത്തിനും പറയാറുണ്ട്. അപ്പോൾ ആ ഒരു കഥയാണ് ഇന്ന് ലാറ്റിൻ ഡയറീസിൽ നമ്മൾ കാണാൻ പോകുന്നത്. സോ ലെറ്റ്സ് ട്രാവൽ ടു. ഹലോ വ്യൂവേഴ്സ്, നമ്മളിപ്പോൾ സലൂണിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അങ്ങോട്ട് കയറാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടുത്തെ സലൂൺ, ഈ ഒരു സലൂൺ എന്ന് പറഞ്ഞാൽ യൂണിസെക്സ് സലൂണാണ്. അപ്പോൾ ഇവിടുത്തെ എങ്ങനെയാണ് അർജന്റീനയിൽ ഒരു സലൂൺ എന്ന് നമുക്ക് ഇപ്പോൾ കാണാം. ഓക്കെ, അപ്പോൾ നമുക്കെല്ലാവർക്കും സോ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം, ലൂസിയാനെ വളരെ സന്തോഷത്തോടെ ഞങ്ങളെ എന്താ പറയുക വെൽക്കം ചെയ്ത് അകത്തേക്ക് കയറ്റിയിരുത്തി. അദ്ദേഹത്തിന് 2 ക്ലയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ ടേൺ. അപ്പോൾ അതുവരെ ഞാൻ നിങ്ങൾക്ക് ഈ പാർലറിൻ്റെ ജസ്റ്റ് ഒരു വ്യൂ കാണിച്ചു തരാം. അപ്പോൾ ഈ പാർലർ സ്ഥിതി ചെയ്യുന്നത് ബ്യൂണസ് എയറസിൽ റിക്കോലേത്ത എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ വളരെയധികം കൾച്ചറൽ സെൻറ്റേഴ്സ് ഒത്തിരി ഉള്ള ഒരു സ്ഥലമാണ്. പിന്നെ മാത്രമല്ല ടൂറിസ്റ്റിക് അട്രാക്ഷൻ ഉള്ള ഒരു ഏരിയ ആണ് റിക്കോലേത്ത. നിങ്ങളിപ്പം ഗൂഗിൾ അടിച്ചു നോക്കിയാൽ തന്നെ കാണാം റിക്കോലേത്തയുടെ സ്പെഷ്യാലിറ്റി എന്തൊക്കെയാണെന്ന്. ഇറ്റ്സ് എ ഹൈഫൈ ഏരിയ ഇൻ അർജന്റീന. നിങ്ങൾ അർജന്റീനയിൽ കാല് കുത്തുമ്പോഴത്തേക്കും റിക്കോലേത്തയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ വേറൊരു ഏരിയയിലിട്ട് ലാൻഡ് ചെയ്ത പോലെ ഒരു ഫീലിംഗ് ആണുള്ളത്. ജസ്റ്റ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ് ആൻഡ് എ ബ്യൂട്ടിഫുൾ പീപ്പിൾ ആൻഡ് എ ബ്യൂട്ടിഫുൾ കൾച്ചർ.
അവർ മാനിക്യൂർ പെഡിക്യൂർ ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ പറയുക ക്യാഷ് കൊടുക്കുന്ന ഒരു വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ അങ്ങനെ എന്താ പറഞ്ഞ പ്രായത്തിന് ഒരു പരിധി അങ്ങനെ ഇല്ല. നാട്ടിലൊക്കെ ആണെങ്കിൽ പാർലറിലോ അയ്യേ മുഖത്ത് വെള്ളം വെക്കുന്ന ഒരു കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല. ഇവിടെ ഏത് പ്രായത്തിലുള്ളവർക്കും എന്ത് വേണമെങ്കിലും നമുക്ക് പാർലറിൽ പോവാം, അല്ലെങ്കിൽ ഒരു ഏത് ആക്ടിവിറ്റിയിലും ഏർപ്പെടുന്നതിന് യാതൊരു റെസ്ട്രിക്ഷൻസ് ഇല്ല. ദേ ആർ വെരി ഓപ്പൺ ആൻഡ് ദേ ലീവ് ദിയർ ലൈഫ് എന്ന് പറയാം. അപ്പോൾ അടുത്ത ക്ലയൻറ്റ് വന്നു ലൂസിയാനോട്. അപ്പം പ്രോട്ടോക്കോൾ അനുസരിച്ച് സാനിറ്റൈസർ കൊടുത്തു. താഴെ എന്താ പറയുക മാറ്റിൽ തന്നെ സാനിറ്റൈസിങ് മാറ്റായിരുന്നു. അപ്പം അതെല്ലാം കഴിഞ്ഞു. അപ്പോൾ വേറൊരു കസ്റ്റമറുമായിട്ട് സംസാരിക്കുകയാണ് ലൂസിയാന. കുറച്ച് കുട്ടി കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട് ലൂസിയാനയ്ക്ക്. അപ്പോൾ അവരെല്ലാം വെൽക്കം ചെയ്ത് ലൂസിയാനോ അപ്പം അവരുടെ മുടി മുറിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം ലൂസിയാന എങ്ങനെയാണ് കസ്റ്റമറായിട്ട് സോഷ്യലൈസിങ് ചെയ്യുന്നത്, എങ്ങനെയാണ് അവരെ എന്താ പറയുക ഒരു കയറി ചെല്ലുമ്പോഴൊരു പോസിറ്റീവ് എനർജിയാണ് അവിടെ അല്ലേ. നമുക്കൊരു സന്തോഷമാണ് ഇത് കാണുമ്പോൾ തന്നെ. നമുക്ക് കാണാം സാധാരണ ഒരു പാർലറിൽ ചെന്നിട്ട് നമ്മളില്ല ശോകമൂകമായിട്ട് ഇങ്ങനെ ബോറടിച്ച് ഫോൺ നോക്കിയിരിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല ഇവിടെ. അങ്ങനെ ഒരു കാഴ്ച നിങ്ങൾ കാണുന്നില്ല അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇദ്ദേഹത്തിൻ്റെ വൈഫാണ് നാൻസി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ടേൺ വന്നു. ഞാൻ ഒരു കെരാറ്റിൻ സ്ട്രെയിറ്റനിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഞങ്ങളുടെ വളരെയധികം നല്ലൊരു സുഹൃത്തും കൂടെയാണ് ലൂസിയാന കേട്ടോ. ലാറ്റിൻ ഡയറീസിൻ്റെ ഈ ഒരു എപ്പിസോഡിലേക്ക് ഞാനിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും വളരെയധികം സന്തോഷമായിരുന്നു അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു എപ്പിസോഡ് എന്താ പറഞ്ഞ വിഷമം കൂടാതെ ഓക്കെ പറഞ്ഞ ഒരു വ്യക്തി കൂടെയാണ് കേട്ടോ ഇദ്ദേഹം. പാർലറിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ നമ്മുടെ നാടുമായിട്ട് എങ്ങനെയാണ് വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ട് പറയാനുള്ളത് നമ്മുടെ പാർലറിൽ എല്ലാം ഉണ്ട് അല്ലേ. ഈവൻ മേക്കപ്പ്, വാക്സിങ് അല്ലെങ്കിൽ കട്ടിങ്, എല്ലാ കാര്യങ്ങളും, സ്റ്റൈലിങ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇപ്പം ഇവിടെയാണെങ്കിൽ അർജൻറ്റീനയിൽ അങ്ങനെ ഒരു പ്രത്യേകമായിട്ട് എല്ലാത്തിനും വേറെ വേറെ സ്ഥലങ്ങളാണ്. നിങ്ങൾ വാക്സിൻ ആണെങ്കിൽ വാക്സിൻ സെൻറ്റർ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ മേക്കപ്പ് സെഷൻ ആണെങ്കിൽ മേക്കപ്പ് ആർട്ട് സ്റ്റുഡിയോ ഉണ്ട്. അങ്ങനെ ഡിഫറെൻ്റ് ആണ്, എല്ലാം കൂടെ ഒരുമിച്ചായിരിക്കത്തില്ല ഒരു പാർലറിനകത്തുള്ളത്. അപ്പം ഇവിടെ മെയിനായിട്ട് നെയിൽസും പിന്നെ ഹെയർ സ്റ്റൈലിംഗ് മാത്രമാണ്. ഇതൊരു ബാർബർ ഷോപ്പ് അല്ല കേട്ടോ. അപ്പം ഹെയർ സ്റ്റൈലിംഗ് ആൻഡ് നെയിൽ ആർട്ട് ഷോപ്പാണ് ലൂസിയാനോടെ ലൂ എന്ന് പറയുന്ന ഈ പാർലർ. കോവിഡ് കാല സമയത്ത് എന്തെല്ലാം വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു ലൂസിയാനയ്ക്ക് നമ്മളോട് പറയാനുള്ളത്. അപ്പം ഈ ഒരു സമയത്ത് അർജന്റീനയിൽ ക്വാറന്റൈനുള്ള സമയം എന്ന് പറഞ്ഞത് 7 മാസങ്ങളായിരുന്നു. നാട്ടിലൊക്കെ ഒരു മാസം അല്ലെങ്കിൽ 2 മാസം എന്ന് പറയാൻ നമുക്ക് സ്ട്രോങ് ആയിട്ട് ഉള്ളത് അല്ലേ. 7 മാസം ഇവിടെ വളരെയധികം റെസ്ട്രിക്ഷൻ ആയിരുന്നു, പട്ടിണി പരിവട്ടം എന്ന് തന്നെ പറയാം. അപ്പോൾ അതെങ്ങനെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ലൈഫിൽ, പ്രൊഫഷണൽ ലൈഫിൽ എഫക്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 മാസത്തോളം തന്നെ എന്താ പറയുന്ന കട അടച്ചു പൂട്ടേണ്ട ഒരു അവസ്ഥയാണ് വന്നിരുന്നത്. അപ്പം ഈ ഒരു 6 മാസം അദ്ദേഹം എന്താ പറയുക പാർലറിൽ തന്നെയാണ് ഉറങ്ങിയെന്ന് പറയാം. എന്നിട്ട് പാർലറിൽ തന്നെ ഉറങ്ങിയിട്ട് വീക്ക് ഡേയ്സിൽ മാത്രം അത്യാവശ്യം അറിയാവുന്ന ക്ലയൻസിന് ഡേറ്റ്സ് കൊടുക്കുകയും അപ്പോയിൻമെൻറ്റ് കൊടുക്കുകയും
പിന്നെ വളരെയധികം എന്താ പറയുക സീക്രറ്റ് ആയിട്ട് തന്നെ അവർ അറ്റൻഡ് ചെയ്യുന്ന ഒരു രീതിയായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തുറക്കാൻ പറ്റത്തില്ലല്ലോ. പട്ടിണി പരിവട്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി അവരുടെ വീട് മാത്രമല്ല, ഇദ്ദേഹത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന 2 എംപ്ലോയീസും കൂടെ ഉണ്ട്. അപ്പോൾ അവർക്കും കൂടെയുള്ള സാലറി കൊടുക്കണമല്ലോ. അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം വളരെയധികം കഷ്ടപ്പെട്ടിരുന്നത്. സാറ്റർഡേ സൺഡേ മാത്രമാണ് വീട്ടിൽ പോയിട്ട് വീട്ടുകാരെ, അച്ഛൻ, അമ്മ, പിന്നെ ഒരു പൊടി കുഞ്ഞുണ്ട് ഇദ്ദേഹത്തിന്. അപ്പം ഇവരെയൊക്കെ കാണുന്നത്. അപ്പം ഒരു 6 മാസം വളരെയധികം കഷ്ടപ്പെട്ടാണ് പോയിക്കൊണ്ടിരുന്നത് ഈ ഒരു കോവിഡ് സമയത്ത്. ഈ ഒരു 6 അല്ലെങ്കിൽ 7 മാസം, 7ാമത്തെ മാസമായപ്പോഴാണ് ഒരു എന്താ പറഞ്ഞ ഒരു പുതിയൊരു പ്രോട്ടോക്കോൾ വന്നത്. ഞങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു എന്താ പറയുക ചെറുകിട വ്യവസായികൾ അല്ലെങ്കിൽ ഈ ഷോപ്സ് നടത്തുന്നവർ, ഹോട്ടൽസ് നടത്തുന്നവർക്ക് എല്ലാവർക്കും സ്പെഷ്യൽ പ്രോട്ടോകോൾ പ്രകാരം ഇന്ന സമയം തൊട്ട് നമുക്ക് വർക്ക് ചെയ്യാം എന്നുള്ള ഒരു പ്രഖ്യാപനം ഗവൺമെൻറ് നടത്തിയതും 7ാം മാസമാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, 6 മാസം ഒത്തിരി പേരുടെ ജോലി പോയി, ഒത്തിരി കടകൾ അടച്ചു പൂട്ടേണ്ടി വരുന്നു. അർജന്റീന പട്ടിണിയിലും പരിവട്ടത്തിലുമായിരുന്നു എന്ന് പറയാം ഈ ഒരു 6 മാസം. ഇതുമായിട്ട് നാടുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് മിക്കവാറും വാട്സപ്പിൽ കാണാമായിരുന്നു ഈ ക്വാറന്റൈൻ വന്ന സമയത്ത് പലതരത്തിലുള്ള ഫുഡിൻ്റെ പരീക്ഷണങ്ങളായിരുന്നു ഇല്ലേ. അല്ല നാട്ടിൽ നമുക്ക് ഫ്രീ കിറ്റ്സ്, ഫ്രീ തിങ്സ്, അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് നമ്മളെന്താ ഉള്ള ഭക്ഷണം എങ്ങനെ വൈവിധ്യപൂർണ്ണമായിട്ട് ഉണ്ടാക്കണമെന്നുള്ള ഒരു എന്താ പറയുന്ന ഒരു മത്സരത്തിൽ നടക്കുമ്പോൾ അർജന്റീനയിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് ആൾക്കാർ ബുദ്ധിമുട്ടിയിരുന്ന ഒരു സമയമായിരുന്നു. കോവിഡ് സമയത്ത് അർജന്റീന എങ്ങനെയായിരുന്നു, ഇവിടുത്തെ ആൾക്കാരുടെ സ്ഥിതികൾ എങ്ങനെയായിരുന്നു എന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്. ഇപ്പം നിങ്ങളുടെ മുന്നിൽ ഇന്ന് നമ്മൾ കണ്ടത് ആയിരക്കണക്കിന് ഒരാളുടെ ജീവിതമാണ് ഇന്ന് കണ്ടത്. അപ്പം ഇതേപോലെ ഒത്തിരി കഥകളുണ്ട് എല്ലാവർക്കും പറയാനായിട്ട്. പക്ഷെ ആരും തളർന്നിരിക്കാറില്ല. എല്ലാവരും ഒരു വഴി, ഒരു ചെറിയൊരു വെളിച്ചം കാണുമ്പോൾ അതിൽ കൂടെ നടന്ന് ഒരു വലിയ പ്രകാശത്തിലെത്താനുള്ള ഒരു എന്താ പറയുക ഒരു യാത്രയിലാണെന്ന് പറയാം. അപ്പം ഇതെല്ലാം എന്താ പറഞ്ഞാൽ ഇതെല്ലാം നമുക്കൊരു ലെസനാണ്, ഒരു പാഠമാണ് ലൈഫിൽ. നമ്മളിപ്പോൾ പാർലറിൽ വന്നിട്ട് ലൂസിയാനോട് എന്താ പറയുക ഒരു ദിവസം എങ്ങനെയാണ് ഇവിടുത്തെ അർജന്റീനയിലെ പാർലർ നടക്കുന്നുള്ള കാര്യം, പിന്നെ അദ്ദേഹത്തിന് ഈ ഒരു വർഷം എങ്ങനെ പോയി എന്നുള്ള കാര്യം കൂടുതലും വളരെയധികം മിസ് ചെയ്യുമെന്ന് പറഞ്ഞ ക്ലയൻസുമായിട്ടുള്ള കാര്യം വെച്ചാൽ അവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ്, ഒരു പാർലർ ഹെയർ സ്റ്റൈലിംഗ് മാത്രമായിരുന്നില്ല ലൂസിയാനോയ്ക്ക് ഈ ഒരു പ്രൊഫഷൻ. അതോടൊപ്പം തന്നെ ക്ലയൻസായിട്ട് തമ്മിലുള്ള വളരെയധികം റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് ലൂസിയാനോ. പിന്നെ എടുത്തു പറയാനുള്ളതെന്ന് പറയുന്നത് എല്ലാ വർഷവും അദ്ദേഹം ഓരോ കോഴ്സിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റൈലിങ്സും പുതിയ പുതിയ മെത്തേഡ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് അർജന്റീനയുടെ പുറത്ത് ഇംഗ്ലണ്ട്, പോർച്ചുഗൽ, അങ്ങനെ പല പല യൂറോപ്യൻ സ്ഥലങ്ങളിലേക്കും അദ്ദേഹം കോഴ്സിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഈ വർഷം അത് നടന്നില്ല കോവിഡ് കാരണം. അപ്പോൾ ഇനി വരുന്ന വർഷങ്ങളിൽ പുതിയ പുതിയ കോഴ്സ് പഠിക്കാനായിട്ട് പുതിയ പുതിയ രാജ്യങ്ങളിൽ പോകാനും അദ്ദേഹത്തിൻ്റെ തന്നെ സ്റ്റൈല്, ഓരോ പുതിയ പുതിയ ടെക്നിക്സ് പഠിക്കാനും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള മാർക്ക്ഡ് ആയിട്ടുള്ള പലതരം പ്രോഡക്ട്സ് വിപണിയിൽ എത്തിക്കാനുമാണ് ഈ 2021 അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. എല്ലാവരുടെയും ലക്ഷ്യം പോലെ നമ്മുടെ എല്ലാവർക്കും അതേപോലെ ഒരു ലക്ഷ്യം ഉണ്ടാവും എന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം പൂവണിയട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാവരുടെയും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂവണിയാനായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കൂടുതൽ എപ്പിസോഡുമായിട്ട് നമുക്ക് അടുത്ത വർഷം ഇനി കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ശിവപ്രിയ സൈൻ. ഹലോ വ്യൂവേഴ്സ്, ഏവർക്കും ലാറ്റിൻ ഡയറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ചെറിയൊരു പേഴ്സണൽ സെലിബ്രേഷൻ കാണിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ. എൻ്റെ പിറന്നാളായിരുന്നു കഴിഞ്ഞ 18-ാം തീയതി. സോ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും അതോടൊപ്പം തന്നെ നമ്മൾ സിറ്റിയിൽ ബ്യൂണസ് എയറസ് ക്യാപിറ്റലിൽ പോയിരുന്നു. അപ്പോൾ അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു പിസേരിയ ഉണ്ട്, പിസേരിയ ഹോട്ടൽ, ആൻഡ് ഇറ്റ്സ് എ ഹെറിറ്റേജ് സെൻറ്റർ ഓൾസോ. സോ ലെറ്റ്സ് വാച്ച് ടുഗദർ ടു സീ ദ വ്യൂ. ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അവളുടെ കൂടെ ബർത്ത്ഡേ ആണ് ഇന്ന് 18th. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഞങ്ങളുടെ ബർത്ത്ഡേസ്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നതെന്ന് പറയുന്നത്
ബ്യൂണസ് എയർസിൻ്റെ തന്നെ ഹൃദയഭാഗമെന്ന് പറയാം. അപ്പം ഇങ്ങനെയാണ് ഇവിടെ കെട്ടിടങ്ങളും എല്ലാ സംഭവങ്ങളൊക്കെ ആയിട്ടാണ് ബ്യൂണസ് എയർസ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് തന്നെ നിങ്ങൾക്ക് കാണാം, കെട്ടിടങ്ങൾക്ക് അപ്പുറം ഒരു റിവറുണ്ട്. അതിൻ്റെ പേരാണ് റിയോ ദെൽ പ്ലാറ്റ, സിൽവർ റിവർ എന്ന് പറയും. രാത്രിയാകുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ, എല്ലാം ലൈറ്റിങ്സ് ഒക്കെ ആയിട്ട്. അപ്പം അതോടൊപ്പം തന്നെ എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. എൻ്റെ കൂടെയുള്ള പെൺകുട്ടിയും ഞാനും സെയിം ഡേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ ഈ വർഷം ആലോചിച്ചു. എപ്പോഴും അങ്ങനെ വലിയ ഗ്രാൻഡ് സെലിബ്രേഷൻ ഒന്നുമില്ല, പക്ഷേ ഈ പ്രാവശ്യം ഈ ഒരു പ്രത്യേകത ഉണ്ടായതുകൊണ്ട് ഞാനും ഓക്കെ നമുക്ക് ചെയ്യാമെന്ന് തോന്നി. അപ്പോൾ ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ നമുക്ക് ജീവിതത്തിൽ അത്യാവശ്യമല്ലേ. സോ അങ്ങനെ നമ്മൾ ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ഒക്കെ ചെയ്തു. രാത്രിയായി, നല്ല വ്യൂ ആണ് കേട്ടോ, മൊത്തത്തിൽ ഇങ്ങനെ എന്താ പറയുക, മനോഹരമാണ്. ഇനി ഞങ്ങൾക്ക് വൈകുന്നേരം ആയപ്പോഴത്തേക്കും വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ നമ്മുടെ എൽ ക്വാർട്ടീറ്റോ, നമ്മുടെ ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്, അവിടെ പോകാൻ തുടങ്ങി. അവിടെ പോകാനായിട്ട് ഞങ്ങൾ നടന്നു. അപ്പം ഇത് എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, നേരത്തെ തന്നെ കണ്ടിട്ടുണ്ട് ഈ ഒരു സ്ട്രീറ്റ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയത്തില്ല. എൻ്റെ ഒരു ടൂർ ഉണ്ടായിരുന്നു, ബ്യൂണസ് എയർസ് ടൂറിൻ്റെ ഒരു ചെറിയൊരു ഭാഗമായിട്ട് കാണിച്ചിരുന്നു. നുവേവ ദെ ഹൂലിയോ, ഒബലിസ്കോ, അതാണ് നമ്മൾ ഒബലിസ്കോ ആണ് ആ വലിയ ടവർ കാണുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യൂ കാണാം. അപ്പോൾ നമുക്ക് ഇതാണ് വേൾഡ് വൈഡസ്റ്റ് സ്ട്രീറ്റ് കേട്ടോ, നുവേവ ദെ ഹൂലിയോ. അപ്പം ഈ സ്ട്രീറ്റ് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തെ 2 ബ്ലോക്കിലാണ് ഈ എൽ ക്വാർട്ടീറ്റോ എന്ന് പറയുന്ന ഫേമസ് റെസ്റ്റോറൻറ്റ്. അപ്പം നമ്മളവിടെ എത്തിക്കഴിഞ്ഞു. എൽ ക്വാർട്ടീറ്റോനെ കുറിച്ച് പറയുകയാണെങ്കിൽ അർജൻറ്റീനയുടെ തന്നെ ബ്യൂണസ് എയർസിൻ്റെ തന്നെ ഒരു കൾച്ചറൽ ഹെറിറ്റേജ് സെൻറ്റർ എന്ന് പറയാം. ഒരു പിസേറിയ കൂടെയാണ്. എല്ലാ തരത്തിലുള്ള പിസ്സ ഉണ്ട് ഇവിടെ കേട്ടോ. ഇവിടുത്തെ പിസ്സയാണ് വളരെയധികം ഫേമസ് ആണ്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാം വളരെയധികം എല്ലാ സ്പോർട്സ് പേഴ്സൻ്റെ ഫോട്ടോസാണുള്ളത്. ഇവിടെ പണ്ടൊക്കെ ഫേമസ് ആയിട്ടുള്ള സ്പോർട്സ് സ്റ്റാർസൊക്കെ വന്ന് കഴിക്കുന്ന കൂടെ ഒരു സ്ഥലം കൂടെയായിരുന്നു കേട്ടോ ഈ എൽ ക്വാർട്ടീറ്റോ. അപ്പം അവരുടെ സിഗ്നേച്ചറുള്ള ഫോട്ടോസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാം. പിന്നെ ഇമ്പോർട്ടൻറ്റ് സ്പോർട്സ് പേഴ്സൺ മാത്രമല്ല, ആർട്ട്, തിയേറ്റർ, അങ്ങനെ ലോകമെമ്പാടുമുള്ള ആൾക്കാരുടെ ഫോട്ടോസും കാര്യങ്ങളും, നമ്മൾ ഒരിക്കലും കാണാത്ത ഫോട്ടോസ് വരെ ഇവിടെ ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ച് മറഡോണയുടെ അദ്ദേഹം യങ് ആയിട്ടുള്ളപ്പം ഉള്ള ഫോട്ടോസ്, മെസ്സിയുടെ ഫോട്ടോ വിത്ത് ഓട്ടോഗ്രാഫ്, അങ്ങനെ എല്ലാ ബോക്സേഴ്സിൻ്റെ വളരെയധികം എന്താ പറയുന്നത്, എനിക്ക് അത്ഭുതമായിട്ട് തോന്നി ഇതിൻ്റെ അകത്ത് കയറിയപ്പോഴത്തേക്കും. നമ്മുടെ നാട്ടിലെ ഒരു ചെറിയൊരു ഹോട്ടലിൻ്റെ ഒരു രൂപാന്തരം എന്ന് പറയാം. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് ഇഷ്ടപ്പെടും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ലാറ്റിൻ ഡയറീസിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അറിയാം, ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇഷ്ടമാണോ അല്ലയോ. അപ്പം 70% ആൾക്കാർ യെസ് ആൻഡ് 30% നോ ആണ് പറഞ്ഞത്. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് പറയുന്നത്, നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിലും ആ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭൂമിയിൽ വന്ന ഒരു ദിവസം എന്ന് പറഞ്ഞാൽ വി ആർ വെരി ലക്കി ടു ബി ബോൺ ആസ് ഹ്യൂമൻസ് അല്ലേ. ഈ ഒരു മനുഷ്യജന്മം കിട്ടിയത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ അതിൻ്റെ ദിവസം എന്തായാലും ഒരു സ്പെഷ്യൽ ഡേ ആണ്. അതിൽ നമുക്ക് ഭയങ്കര ഇങ്ങനെ എന്താ പറയുക, സെലിബ്രേഷൻ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ആ ദിവസം ദൈവത്തോട് ഒരു നന്ദി പറയുന്നതും, അല്ലെങ്കിൽ നല്ലൊരു ചെറിയൊരു മധുരം, ഒരു പായസമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണം കഴിക്കുന്നത് തന്നെ വലിയൊരു ആഘോഷമാണ്. ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഫുട്ബോൾ ടീംസാണ് ബോക്കയും റിവറും. ബോക്കയുടെ തന്നെ ഒരു പ്ലെയർ ആയിരുന്നു മറഡോണ. ഇന്ന് ഞാൻ പോയ സമയത്ത് അവിടെ ടി വിയിൽ നിങ്ങൾക്ക് കാണാം ഒരു മാച്ച് നടക്കുമായിരുന്നു, ഫുട്ബോൾ മാച്ച്. അത് മറഡോണ കപ്പായിരുന്നു. അപ്പം മറഡോണ കപ്പിൻ്റെ ഒരു ഫൈനൽസ് ആയിരുന്നു നടക്കുന്നത്. അപ്പം ഒത്തിരി ഫുട്ബോൾ പ്രേമികളൊക്കെ വന്നിട്ട് ഇവിടെ വന്ന് ഇതിനൊക്കെ ഭക്ഷണം കഴിക്കുകയും അതോടൊപ്പം തന്നെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ആ TV കണ്ട് എന്താ പറയുന്ന ആ ഒരു ഊർജം, ആ ഒരു രസമൊക്കെ ഉണ്ടല്ലോ, അതെല്ലാവരും ഇട്ട് ഷെയർ ചെയ്യുമ്പോഴും നമുക്ക് ആ ഒരു എന്താ പറയുക, നല്ലൊരു വ്യൂ ആണത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ ഒരു ആവേശമൊക്കെ കാണാനായിട്ട്. പലതരത്തിലുള്ള എന്താ പറയുക ഫോട്ടോസ്, തിയേറ്റേഴ്സിൻ്റെ ഇത് കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾ അർജൻറ്റീനയുടെ 91 ഫുട്ബോൾ വേൾഡ് കപ്പിൻ്റെ പ്ലെയേഴ്സിൻ്റെ ഫോട്ടോസ് കാണാം. അങ്ങനെ പിന്നെ ഫേമസ് ആയിട്ടുള്ള എന്താ പറയുക പേഴ്സണാലിറ്റീസിൻ്റെ എല്ലാ ഫോട്ടോസും ഇവിടെ ഉണ്ട്.
അതേ കണക്ക് തന്നെ മറഡോണയുടെ എന്താ പറയുന്നത് 2001 ഫോട്ടോ. അങ്ങനെ എല്ലാവരുടെയും ഫേമസ് ബാസ്കറ്റ് ബോൾ പ്ലെയറാണ് ഇദ്ദേഹം. അപ്പം എല്ലാവരുടെയും ഫോട്ടോ ഉണ്ട്. പിന്നെ മാറ്റിൽഡോ ഫിലോൽ ആർക്കേരോ എന്ന് പറയുന്നത് ഗോൾ കീപ്പറാണ്, അദ്ദേഹമായിരുന്നു ഫേമസ്, അദ്ദേഹത്തിൻ്റെ ഫോട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാ പേഴ്സണാലിറ്റീസിൻ്റെയും സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരുടെയും ഫോട്ടോസിൻ്റെ കളക്ഷൻ ഈ ഒരു റെസ്റ്റോറൻറ്റിലുണ്ട്. മറഡോണ വേൾഡ് കപ്പ് ജയിച്ചത് ബോക്ക ജൂനിയേഴ്സ് ആണ്. എന്തായാലും അത് അദ്ദേഹത്തിന് ഒരു ട്രിബ്യൂട്ട് കൂടെയാണ്, മറഡോണയ്ക്ക് വേണ്ടിയിട്ടുള്ള, ദിയേഗോ മറഡോണയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ട്രിബ്യൂട്ട് കൂടെയാണെന്ന് പറയാൻ വേണമെങ്കിൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ വളരെയധികം ദുഃഖം ഉണ്ടായേനെ. എന്തായാലും ബോക്ക ജൂനിയേഴ്സ് അഭിമാനം കാത്തിരക്ഷിച്ചു എന്ന് തന്നെ പറയാം. ബോക്കയാണ് മറഡോണ കപ്പ് ജയിച്ചത്. വളരെയധികം ലേറ്റായപ്പോൾ മിക്കവാറും ഉള്ളവരെല്ലാം പോയി കഴിഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഫോട്ടോസിൻ്റെ കളക്ഷൻ എടുത്ത് കാണിക്കാനായിട്ട് ഒരു അവസരം കിട്ടി. അപ്പോൾ ആൾക്കാരുടെ ഇടയ്ക്കാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ബുദ്ധിമുട്ട് വന്നേനെ. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ എല്ലാവരുടെയും ഫോട്ടോസ് കാണാം. ഇത് മെസ്സിയുടെ സിഗ്നേച്ചറുള്ള ഫോട്ടോ ആണ്. മെസ്സിയുടെ ഓട്ടോഗ്രാഫും അതെല്ലാം കണ്ടു കഴിയുമ്പോഴത്തേക്കാണ് എനിക്ക് ഓർമ്മ വന്നത്, ഞാൻ പിസ്സ കഴിച്ചിട്ട് ആ പിസ്സയുടെ ആ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്തില്ലല്ലോ എന്ന്. അപ്പോഴത്തേക്കും കുറച്ച് പിസ്സ മാത്രമേ ബാക്കി വന്നിട്ടുള്ളായിരുന്നു. അപ്പം പെട്ടെന്ന് തന്നെ ഞാൻ ഗ്രാബ് ചെയ്തു. അപ്പോൾ ഈ കാണുന്നതാണ് ക്വാത്രോ കേസോ, 4 ടൈപ്പുള്ള ചീസാണ് അത്. ഇപ്പുറത്ത് കാണുന്നത് നെപ്പോളിത്താന. പിന്നെ ഒണിയൻ വെച്ചിട്ടുള്ള ചീസ് ഉണ്ട്, ഒണിയൻ വെച്ചിട്ടുള്ള ചീസ്, അതിൻ്റെ പേരാണ് ഫുഗസേറ്റ എന്ന് പറയും. വളരെ ടേസ്റ്റിയാണ്. പിന്നെ ഓർഡർ ചെയ്തതിൽ ഒരു മിക്സ് വെറൈറ്റി നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് കാണാം മീൻ, നിങ്ങൾ കാണുന്നില്ലേ? ഓക്കെ, മീൻ വെച്ചിട്ടുള്ള പിസ്സ ഉണ്ട് കേട്ടോ. അതിൻ്റെ ആ ഒരു മീൻ നമ്മുടെ നെത്തോലിയുടെ രൂപത്തിലാണ് ഇരിക്കുന്നത്. ഇതിനിവിടെ ആൻചോവ എന്ന് പറയും, പക്ഷെ നെത്തോലിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം നമ്മളെല്ലാം കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പിസ്സ എല്ലാം കഴിച്ച് കഴിഞ്ഞ് ബില്ലെല്ലാം കൊടുത്തു. വളരെയധികം റീസണബിൾ ആയിട്ടുള്ള റേറ്റാണ് ഇവർക്ക്. അതോടൊപ്പം തന്നെ ഇവർക്ക് എൻപനാദസും ഇവിടെ സെർവ് ചെയ്യുന്നുണ്ട്. എൻപനാദ എന്താണെന്ന് അറിയണമെങ്കിൽ ഞാൻ എൻ്റെ വ്ലോഗിൽ കാണിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. നിങ്ങൾ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇന്നത്തെ ഒരു ദിവസം വളരെയധികം സ്പെഷ്യൽ ഡേ ആയിരുന്നു. എപ്പോഴും ഞാനിങ്ങനെ ആഘോഷിക്കാറൊന്നുമില്ല, പക്ഷെ ആഘോഷിക്കുമ്പോൾ നല്ല ഒരു മെമ്മറബിൾ ഡേ ആയിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ അത് വലിയ ആർഭാടമാവണമെന്നില്ല. നമ്മളെ ഇഷ്ടപ്പെടുന്നവർ, നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരെ എല്ലാം നമ്മളോടൊപ്പം ഉള്ളത് തന്നെയാണ് നമ്മളുടെ ഏറ്റവും വലിയ ആഘോഷം അല്ലേ. അപ്പോൾ നമുക്ക് വേറൊരു എപ്പിസോഡിലേക്ക് വീണ്ടും ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നതായിരിക്കും. അതുവരെ ഗോഡ് ബ്ലെസ്, ടേക്ക് കെയർ എവരിവൺ, ബൈ. ഏവർക്കും ലാറ്റിൻ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ, ഒരു സാധാരണ അർജന്റൈൻ ഫാമിലി, ഒരു സാധാരണ അർജന്റൈൻ കുടുംബം എങ്ങനെയാണ് ന്യൂ ഇയർ ആഘോഷിക്കുന്നത്, അവരുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ ഇന്ന് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. സോ ലെറ്റ്സ് ട്രാവൽ ടുഗദർ. ഞങ്ങൾ ന്യൂ ഇയർ ആഘോഷിച്ചത് ഈ പ്രാവശ്യം ദമിയാൻ്റെ കൂടെയാണ്. ദമിയാൻ ഞങ്ങളുടെ വളരെ അധികം അടുത്തൊരു സുഹൃത്താണ്. അപ്പോൾ ദമിയാൻ കുറേ വർഷങ്ങളായിട്ട് ഞങ്ങളിങ്ങനെ വീട്ടിൽ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പം എന്തായാലും ഈ ഒരു സമയത്ത് ന്യൂ ഇയറിൽ ഞങ്ങൾ എന്തായാലും പോകാൻ തീരുമാനിച്ചു, ഒരുമിച്ച് ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഓഫർ ചെയ്തു, ഇന്ത്യൻ ആഹാരം ഒരെണ്ണം ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കും. അതിൽ സ്പെഷ്യൽ ബിരിയാണിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എൻ്റെ ഹസ്ബൻഡ് അടിപൊളിയായിട്ട് ബിരിയാണി ഉണ്ടാക്കും കേട്ടോ, സൂപ്പർ ആണ്.
പക്ഷേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ നേരെയുള്ള എപ്പിസോഡ് കാണുകയാണെങ്കിൽ അറിയാം, ഇവിടെ ആൾക്കാർ അധികം വളരെ എരിവുള്ള ഭക്ഷണങ്ങൾ കഴിക്കാറില്ല. അതുകൊണ്ട് സ്പൈസസ് വളരെയധികം കുറച്ച്, എന്നാൽ ആ ബിരിയാണിയുടെ ആ ഒരു ടേസ്റ്റ് വിടാത്ത രീതിയിലാണ് ഹസ്ബൻഡ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ട്രിക്സൊക്കെ അദ്ദേഹത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അതാണ് നമ്മളിപ്പം കാണാൻ പോകുന്നത്. ഇന്ന് അവർ ബിരിയാണി കഴിക്കാൻ പോവാണ് കേട്ടോ. ഒരു അർജൻറ്റൈൻ ഫാമിലിയെ കൊണ്ട് നമ്മൾ നമ്മുടെ നാട്ടിലെ ബിരിയാണി കഴിപ്പിക്കാൻ പോവുകയാണ്. സോ ഈ എപ്പിസോഡ് എൻ്റെ വരെ കാണുക. എന്താണ് അവർ പറയുന്നത്, അവരെങ്ങനെ കഴിക്കുന്നതെന്നൊക്കെ നമുക്ക് കാണാം. ഓക്കെ, ബിരിയാണി മാത്രമല്ല കേട്ടോ, അതോടൊപ്പം തന്നെ അസാദോ ഉണ്ടാക്കുന്നുണ്ട്, ദാമിയാൻ്റെ ഫാദർ. അസാദോ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ എൻ്റെ പ്രീവിയസ് എപ്പിസോഡ് നിങ്ങൾ കാണണം. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് വെക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അസാദ എന്താണെന്ന് നിങ്ങൾക്ക് അവിടെ നിന്ന് മനസ്സിലാവും. ഈ അസാദ ഉണ്ടാക്കുന്ന സമയം എടുക്കും, അതേസമയം ബിരിയാണി നടക്കുന്നു. ഇത് ദാമിയാൻ്റെ അച്ഛൻ കണ്ടില്ലേ, ഈ ബാബയ്ക്ക് ഉണ്ടാക്കുന്ന സ്ഥലം, അസാദ ഉണ്ടാക്കുന്ന സ്ഥലം വളരെയധികം കളർഫുള്ളായിട്ട് പെയിൻ്റൊക്കെ അടിച്ചിട്ട് ഞാൻ ചോദിച്ചു ആരാ അത് ചെയ്തത്. അപ്പം അദ്ദേഹം തന്നെയാണ് ചെയ്തതെന്ന് പറഞ്ഞു. കൊറോണ സമയത്ത് ഒരു 6 മാസം ലോക്ക്ഡൗൺ ആയിരുന്നു എല്ലാവരും. അപ്പം അദ്ദേഹം തന്നെ ഈ വീടിൻ്റെ ബാക്ക് വശം എല്ലാം കളർഫുൾ പെയിൻറ്റിങ്സ് എല്ലാം ചെയ്ത് മനോഹരമാക്കി ചെയ്തുകൊണ്ടിരുന്നു. മിക്കവാറും ആൾക്കാർ ഞാൻ നോക്കുകയാണെങ്കിൽ എല്ലാവരും അവരുടെ വീട് പുതുക്കി പണിയുക, പെയിൻറ്റ് ചെയ്യുക സ്വന്തമായിട്ട്, ആൾക്കാരില്ലാതെ. മിക്കവാറും ഇവിടുത്തുള്ള ആൾക്കാർ സ്വന്തമായിട്ടാണ് പെയിൻറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ആ ഒരു എന്തായിരുന്നു, ലോക്ക്ഡൗൺ സമയം എല്ലാവരും അവരുടെ വീടും കാര്യങ്ങളും പരിസരവും എല്ലാം അങ്ങ് വൃത്തിയാക്കി എടുത്ത് ഒരു 6 മാസത്തെ സമയത്തിൽ. അപ്പോൾ അസാദ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് കാണാം. പോഷയാണ് അതിൽ തവള പോലെ ഇങ്ങനെ ഇരിക്കുന്നില്ലേ, അത് തവളയൊന്നുമല്ല, പോഷമാണ്. പോഷ മീൻസ് ചിക്കൻ. പിന്നെ പിഗുണ്ട്, മീറ്റും ഉണ്ട്. അപ്പം അതിൻ്റെ ഓരോ പോർഷനാണ്. ഇപ്പം ഇവിടെ ഒരു എന്താ പറയുന്നത്, ഓരോന്നിനും ഓരോ കുക്കിംഗ് സ്റ്റൈലുണ്ട്. അപ്പം അതിനെക്കുറിച്ചുള്ള വിശദീകരണമൊക്കെ ദാമിയാൻ്റെ ഫാദർ പറയുന്നുണ്ടായിരുന്നു. എത്ര നേരം എടുക്കും, സ്ലോ കുക്കിംഗ് ആണ്. അതുകൊണ്ട് ഇവിടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്, അപ്പോൾ അതെടുക്കുന്നു. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ദാമിയാൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതേ സമയത്ത് തന്നെ. സെർവ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. അവിടെ അസാദോ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അസാദോ ഓൾറെഡി അവിടെ ടേബിളെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ ഒന്ന് നോക്കി കേട്ടോ, അടിപൊളി മണമാണ് വരുന്നത്. ബിരിയാണിയുടെ ഒരു ടെക്നിക്ക് പറഞ്ഞുതരാം. ഈ ഉള്ളി ഉണ്ടല്ലേ, ഫ്രൈഡ് ഉള്ളി, അത് നല്ല ഒരു ടേസ്റ്റ് വരുന്നതായിരിക്കും. അതാണ് മെയിൻ കാര്യം ബിരിയാണിയുടെ. പിന്നെ എന്താ പറയേണ്ടത്, ഈ ഒരു വീട് അവർ ചെയ്ത് വെച്ച രീതി, എന്താ പറയുക, ഈ ഗാർഡൻ എല്ലാം നല്ല അടിപൊളിയായിട്ട്, നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ. പുറത്ത് കുറച്ച് നേരം ഇരിക്കാനായിട്ട് കുറച്ച് നേരമൊക്കെ അവിടെ ചുറ്റിപ്പറ്റിയിരുന്നു. ടേബിളൊക്കെ റെഡി ആയിട്ട് എല്ലാവരെയും ഡൈനിങ് ഹാളിലേക്ക് ഇൻവൈറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ദാമിയാൻ്റെ അച്ഛന് ഞങ്ങൾ ബിരിയാണി കൊടുത്തു. അതോടൊപ്പം തന്നെ അദ്ദേഹം ഉണ്ടാക്കിയ റൈറ്റ് ഒന്നും അല്ല കേട്ടോ, അത് ഒരു മീറ്റ് വെച്ചിട്ടൊരു എന്താ പറയുക, ഒരു കറി പോലെ ഒരു സാധനമാണ് അവരുടെ രീതിയിൽ അവരുണ്ടാക്കിയത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളുടെ ബിരിയാണിയാണ് അവർ കഴിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈ അസാദ് കഴിക്കാൻ പോണത് കേട്ടോ. അപ്പോൾ അത് നോക്ക്, ദാമിയാൻ്റെ അച്ഛൻ വളരെയധികം പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ഒന്ന് കഴിച്ചു നോക്കുക, എങ്ങനെയുണ്ട് നമ്മുടെ ബിരിയാണി. ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട്, സൂപ്പർ എന്ന് പറയുന്നു. muy bueno മീൻസ് ഗുഡ്, വെരി ഗുഡ്, എക്സലൻറ്റ്. പിക്കാന്തെ അല്ല, പിക്കാന്തെ മീൻസ് സ്പൈസി അല്ല എന്ന് പറയുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് വെരി സ്പൈസി, ഇറ്റ് ഹാസ് എ ഗുഡ് ഫ്ലേവർ, അതാണ് പറയുന്നത്. നല്ല ഫ്ലേവർ ഉണ്ട്. നമുക്ക് തോന്നും എരിവാണ് ഏറ്റവും വലിയ രുചി. എരിവല്ല, നല്ല നല്ല ഈ സ്പൈസിൻ്റെ ഒരു മിക്സ്, ആ ഒരു പരുവം അറിയാമെങ്കിൽ നമുക്ക് എരിവില്ലാതെ തന്നെ രുചി ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് അർജൻറ്റീന വന്നപ്പോഴാണ് മനസ്സിലായത്. എൻ്റെ വിചാരം ഏറ്റവും എരി കൂടുതൽ മുളക് പൊടി അല്ലെങ്കിൽ കുരുമുളക് കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എരിവുണ്ടെങ്കിൽ നമുക്ക് രുചിയാണെന്നാണ് പൊതുവെ ഉള്ളൊരു വിചാരം. എനിക്ക് അങ്ങനെയായിരുന്നു കേട്ടോ. പക്ഷെ അതൊക്കെ മാറ്റിമറിച്ചു അർജൻറ്റീന. അപ്പം ഞാൻ നമ്മുടെ ഒരു സംസ്കാരം അനുസരിച്ച്, നമ്മളുടെ ഒരു വിനയം അനുസരിച്ച് എന്ന് പറയാം, അവർ ബിരിയാണി തുടങ്ങിയപ്പോൾ ഞാൻ അവരുടെ ഭക്ഷണം ആദ്യം എടുത്തു. ഞാൻ ചിക്കൻ എടുത്തു, നിങ്ങൾക്ക് കാണാൻ എൻ്റെ പ്ലേറ്റിൽ ചിക്കനും സലാഡും എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ബിരിയാണിയിലോട്ട് പോയത്. അപ്പോൾ ഇവിടുത്തെ ഒരു കൾച്ചറിൽ മെയിനായിട്ട് മീറ്റിൻ്റെ കൂടെ വൈൻ കഴിച്ചിരിക്കും. വൈൻ മസ്റ്റാണ്. അർജൻറ്റീന ഈസ് ഫേമസ് ഫോർ വൈൻ. അപ്പോൾ വൈൻ അതിൻ്റെ കൂടെ കഴിച്ചിരിക്കും. അപ്പോൾ വൈൻ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഈവൻ ദാമിയാനും ഇഷ്ടപ്പെട്ടു, അവരുടെ ഫാമിലിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നമ്മുടെ ബിരിയാണി.
അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യമാണ് നമ്മുടെ കട്ടൻ കാപ്പി അവർ ഒരു ഡിന്നർ കഴിഞ്ഞ ഉടനെ കുടിച്ചിരിക്കും. അതൊരു സ്പെഷ്യാലിറ്റിയാണ്. പന്ത്രണ്ട് മണിയായപ്പോൾ ഉള്ള സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഷാമ്പൈൻ ഒഴിച്ച് എല്ലാവരും ഗ്രീറ്റിംഗ് ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കേക്കും പിന്നെ കുറച്ച് നട്ട്സും എല്ലാം കൂടെ ആയിട്ട് ആണ് 12 മണിക്ക് സമയത്ത് അർജൻറ്റീനക്കാർ ആഘോഷിക്കുന്നത്. സോ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. താങ്ക് യു Damian and family, muchas gracias para todo amor y para enseñarnos el valor de amistad. Thank you Damian and family for the unforgettable and memorable moment that you have shared with us and for teaching us the value of friendship.